അൾജീരിയയിൽ ആഭ്യന്തര യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന കാലം. ഉത്തര അൾജീരിയൻ നഗരമായ ജെൽഫയിൽ രാവിലെ സ്കൂളിലേക്ക് പോയ 19-കാരൻ ഒമർ ബിൻ ഒമ്രാൻ ഏറെ വൈകിയിട്ടും വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. പരിഭ്രാന്തരായ വീട്ടുകാർ സ്കൂളിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം തിരച്ചിൽ നടത്തിയിട്ടും ഒരു വിവരവും ലഭിച്ചില്ല. പോലീസിനെ അറിയിച്ചും ദിവസങ്ങളോളം തിരച്ചിൽ നടത്തിയെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല. മകനു വേണ്ടിയുള്ള കാത്തിരിപ്പ് മാസങ്ങളും വർഷങ്ങളും പിന്നിട്ടു. നിരാശ തന്നെ ഫലം. മകൻ യുദ്ധത്തിനിടയിൽ കൊല്ലപ്പെടുകയോ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോവുകയോ ചെയ്തതാകാമെന്ന മനസ്സിനെ വിശ്വസിപ്പിച്ചു കഴിഞ്ഞു അമ്മയും അച്ഛനും കുടുംബവുമെല്ലാം. എന്നാൽ ഇപ്പോൾ കൃത്യം 26 വർഷങ്ങൾക്ക് ശേഷം വീട്ടിൽ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രം അകലെയുള്ള അയൽവാസിയുടെ വീട്ടിൽ നിന്ന് അവനെ കണ്ടെത്തുന്നു. ഒരു സിനിമാ കഥ കേട്ട പോലെ, വായിച്ച പോലെ തോന്നുന്നുണ്ടല്ലേ? എന്നാൽ അങ്ങനെ എഴുതിത്തള്ളേണ്ട. ഇതൊരു ഞെട്ടിപ്പിക്കുന്ന ജീവിതകഥ തന്നെയാണ്. 1990കളിലെ ആഭ്യന്തര യുദ്ധകാലത്ത് കാണാതായ ഒമർ ബിൻ ഒമ്രാൻ എന്ന അന്നത്തെ 19-കാരനെ തറവാടു വീട്ടിൻ്റെ തൊട്ടയൽപ്പക്കത്തെ വീട്ടിൽ ഒരു ഭൂഗർഭ അറയിൽ വൈക്കോൽ കൂനക്കകത്തു നിന്നും കണ്ടെത്തിയ വാർത്തയാണിപ്പോൾ അൾജീരിയയിലെ ചായക്കടയിലും അങ്ങാടിയിലും അടുക്കളയിലുമെല്ലാം ചർച്ച. അൾജീരിയൻ നിയമ മന്ത്രാലയം തന്നെയാണ് ഒമറിൻ്റെ അത്ഭുതകരമായ അതിജീവന കഥ പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു ചതിയുടെ കഥ കൂടിയാണ് ഇതിലൂടെ ചുരുളഴിയുന്നത്. കുട്ടിക്കാലത്ത് കഴിഞ്ഞിരുന്ന വീടിൻ്റെ 200 മീറ്റർ മാത്രം അകലെയുള്ള വീട്ടിലായിരുന്നു ഇത്രയും കാലം പുറം ലോകമറിയാതെ 2.5 പതിറ്റാണ്ടുകാലം ഒമർ കഴിഞ്ഞത്. ഇപ്പോൾ 61 വയസ്സുള്ള തൊട്ടടുത്തുള്ള എൽഗുവേദിലെ നഗരസഭാ കാര്യാലയത്തിലെ സുരക്ഷാ ജീവനക്കാരനാണ് ഇത്രയും കാലം അവനെ വീട്ടിൽ പുറം ലോകത്തിന് ഒരു സൂചനയും നൽകാതെ ഒളിപ്പിച്ചിരിക്കുന്നത്. മെയ് 12-നാണ് ഇയാളുടെ വീട്ടിലെ വൈക്കോൽ കൂനക്കിടയിൽ നിന്ന് പോലീസ് ഒമറിനെ കണ്ടെടുത്തത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പ്രതിയും സഹോദരനും തമ്മിലുള്ള കുടുംബ വഴക്കാണിപ്പോൾ. 26 വർഷം പഴക്കമുള്ളൊരു ചതിയുടെ കഥയാണിപ്പോൾ ജീവനോടെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇരുവരും തമ്മിൽ ഏറെ നാളായി സ്വത്ത് തർക്കമുണ്ടായിരുന്നു. ജ്യേഷ്ഠൻ ഒരു നിലക്കും വഴങ്ങാതായതോടെയാണ് സഹോദരൻ അവസാനത്തെ അടവ് പുറത്തെടുത്തത്. ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ ലൈവിട്ടാണോ സംഭവ കഥകൾ ഓരോന്നായി സഹോദരൻ പുറത്തുവിട്ടത്. ഈ കഥകളിൽ ആദ്യമൊക്കെ എല്ലാവർക്കും സംശയം തോന്നിയെങ്കിലും പോലീസും അധികൃതരുമെല്ലാം ചേർന്ന് സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. വൈക്കോൽ കൂനയിൽ നിന്നും പുറത്തു വരുമ്പോൾ ആ കൗമാരക്കാരൻ്റെ കോലം ആകെ മാറിയിട്ടുണ്ട്. 19-കാരൻ്റെ ആ നിഷ്കളങ്ക ഭാവമില്ല ഇപ്പോൾ. മീശയും താടിയും തിങ്ങി നിറഞ്ഞ് ദൈന്യത മുറ്റിയ കൊടും പീഡനങ്ങളുടെയും നിസ്സഹായതയുടെയും മുറിവുകൾ ബാക്കി നിൽക്കുന്ന മുഖവുമായാണ് പുറം ലോകത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ഒമർ കണ്ണു തുറക്കുന്നത്. ഇതിനിടയിൽ ആ ക്രൂരനായ അയൽക്കാരൻ ദുർമന്ത്രവാദത്തിലൂടെ സംസാരശേഷി ഇല്ലാതാക്കിയെന്നും യുവാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനാൽ ഉറക്കെ കരയാനോ ഒന്ന് ശബ്ദമുയർത്തി സഹായാഭ്യർത്ഥന നടത്താനോ ആയില്ല ഒമറിന്. അൽജസീറ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ പൊന്നുമകനു വേണ്ടിയുള്ള കണ്ണുകഴച്ചുള്ള കാത്തിരിപ്പ് ബാക്കിയാക്കി ഉമ്മ 2013-ൽ മരണത്തിന് കീഴടങ്ങി. അയൽക്കാരൻ്റെ തടങ്കലിൽ കഴിയുമ്പോഴും പലപ്പോഴുമൊക്കെ വീട്ടുകാരെ അകലെ നിന്നു കണ്ടിട്ടുണ്ടെന്ന് യുവാവ് വെളിപ്പെടുത്തിയതായി അൾജീരിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഉറക്കെ ശബ്ദമുയർത്താനുള്ള ശേഷി നഷ്ടപ്പെട്ടതിനാൽ ഒന്ന് ഉറക്കെ വിളിക്കാനായില്ലെന്നാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഒമറിന്റെ ആരോഗ്യത്തിൽ ആശങ്കപ്പെടാനൊന്നുമില്ലെന്നാണ് അധികൃതർ നൽകുന്ന വിവരം. ആവശ്യമായ ആരോഗ്യ പരിചരണങ്ങളുമായി ഡോക്ടർമാർ സജീവമാണ്. മാനസിക വിദഗ്ധരും അദ്ദേഹത്തെ പരിശോധിച്ചു വേണ്ട പരിചരണങ്ങൾ നൽകുന്നുണ്ട്. ഇതിനിടയിൽ ഒമറിനെ കണ്ടെത്തിയ വിവരം അറിഞ്ഞു പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസിന്റെ പിടിയിലായി. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവത്തിൽ അൾജീരിയൻ ഭരണകൂടം അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരമൊരു കൃത്യത്തിലേക്ക് ഇയാളെ നയിച്ചതെന്താണെന്നാണ് ഇതുവരെ വ്യക്തമാക്കാത്ത കാര്യം. ഇതേക്കുറിച്ചുള്ള വിവരങ്ങളും ഇത്രയും കാലത്തെ ഒമറിൻ്റെ അജ്ഞാത ജീവിതവുമെല്ലാം വരും ദിവസങ്ങളിൽ ചുരുളഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.